വെൽക്കം ടു പോളാർ മാത്തമാറ്റിക്കൽ ടിപ്സ്. നമുക്കിന്ന് രണ്ടക്കങ്ങളുള്ള സംഖ്യകളുടെ ഗുണനം എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാം. ഉദാഹരണങ്ങൾ: 24 × 26. ഇതിൽ വൺസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യകൾ 4ഉം 6ഉം ആണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് 4 × 6 24 എന്നങ്ങ് എഴുതുന്നു. 24 എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ടെൻസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യകൾ സെയിം ആണ്. ഈ ഉദാഹരണത്തിൽ 2 ആണ്. അപ്പോൾ 2ൻ്റെ തൊട്ടടുത്ത സംഖ്യയായ 3 കൊണ്ട് ഈ 2നെ ഗുണിക്കുന്നു. 2 × 3 6. അപ്പം നമുക്ക് ആൻസർ കിട്ടി 624. മറ്റൊരു ഉദാഹരണം നോക്കാം. 38 × 32. ഇതിൽ നമ്മൾ വൺസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന 8ഉം 2ഉം കൂടി ഗുണിക്കുന്നു. 16 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ടെൻസിൻ്റെ സ്ഥാനത്തെ സംഖ്യ 3 ആണ്. രണ്ടിടത്തും 3. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് 3ൻ്റെ തൊട്ടടുത്ത സംഖ്യയായ 4ഉം 3ഉം കൂടി ഗുണിക്കുന്നു. 12. 3 × 4 12. അപ്പോൾ 1216 നമുക്ക് ആൻസർ കിട്ടി. മറ്റൊരു ഉദാഹരണം: 81 × 89. 81 × 89. ഇതിൽ വൺസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന 1ഉം 9ഉം കൂടി നമ്മൾ ഗുണിക്കുന്നു. അപ്പം നമുക്ക് 9 കിട്ടുന്നുള്ളൂ. പക്ഷേ നമുക്കവിടെ 2 അക്കം ഇത് വരേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കവിടെ 9ന് 09 എന്നെഴുതാം. അതിനുശേഷം നമുക്ക് ടെൻസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യകൾ 8 ആണ്. അപ്പോൾ 8നെ തൊട്ടടുത്ത സംഖ്യയായ 9 കൊണ്ട് ഗുണിക്കുന്നു. 9 × 8 72. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. 118 × 112. അപ്പോൾ ഇതിലും വൺസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ 8ഉം 2ഉം ആണ്. 8ഉം 2ഉം കൂടെ ഗുണിച്ച് നമ്മൾ എഴുതി 16. പിന്നത്തെ സംഖ്യ 11ആണ് രണ്ടിടത്തും. 11ൻ്റെ തൊട്ടടുത്ത സംഖ്യയായ 12 കൊണ്ട് അതിന് ഗുണിക്കുന്നു. 11 × 12 = 132. അത് എഴുതുന്നു. അപ്പോൾ നമുക്ക് കിട്ടി ആൻസർ 13216 ആണ്. മറ്റൊരു ഉദാഹരണം: 46 × 44. നമ്മൾ ഈ 6ഉം 4ഉം കൂടെ ഗുണിക്കുന്നു. 24 നമ്മൾ എഴുതി. പിന്നെ ടെൻസിൻ്റെ സ്ഥാനത്തെ സംഖ്യ 4 ആണ്. 4നെ 5 കൊണ്ട് ഗുണിക്കുന്നു. 20 24. 2024 നമുക്ക് ആൻസർ കിട്ടി. ഈ ഉദാഹരണങ്ങൾ കൂടി ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ എല്ലാ സംഖ്യകളിലെയും വൺസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 10 കിട്ടും. ടെൻസിൻ്റെ സ്ഥാനത്ത് ഒരേ അക്കമാണ്. ഇനി ഇപ്പോൾ ഈ ഉദാഹരണത്തിൽ നിന്ന് ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് മറ്റൊരു രീതി കൂടി നോക്കാം. 84 × 24. അപ്പം ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ വൺസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ ഒരേ സംഖ്യയാണ്. അത് നമ്മൾ ഗുണിച്ചെഴുതുന്നു. 4 × 4 16. ഇനി നമുക്ക് ചെയ്യേണ്ടത് ടെൻസിൻ്റെ സ്ഥാനത്ത് 8ഉം 2ഉം ആണ് ഇവിടെ. അപ്പോൾ 8ഉം 2ഉം തമ്മിൽ ആദ്യം ഗുണിക്കുന്നു. 8 × 2 16. 16ൻ്റെ കൂടെ നമുക്ക് ഈ വൺസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഒരു 4ഉം കൂടി കൂട്ടാം. 8 × 2 16 + 4 20. അപ്പോൾ ആൻസർ 2016 എന്ന് നമുക്ക് കിട്ടി. മറ്റൊരു ഉദാഹരണം നോക്കാം. 63 × 43. ഇവിടെ നമുക്ക് വൺസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് 9 കിട്ടി. നമ്മൾ അവിടെ 09 എന്ന് എഴുതി. ടെൻസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യകൾ 6ഉം 4ഉം ആണ്. അത് തമ്മിൽ ഗുണിച്ചപ്പോൾ 24 കിട്ടി. 24ൻ്റെ കൂടെ ഈ 3ഉം കൂടി കൂട്ടുന്നു. 27. 2709 എന്ന് നമുക്ക് ആൻസർ കിട്ടി. മറ്റൊരു ഉദാഹരണം 72 × 32. ഇവിടെ നമ്മൾ വൺസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന 2കൾ തമ്മിൽ ഗുണിച്ചു. 4 കിട്ടും. 04 എന്ന് എഴുതി. ഇനി ടെൻസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യകൾ 7ഉം 3ഉം ആണ്. 7 3 21. 21ൻ്റെ കൂടെ ഈ 2 കൂടി കൂട്ടുന്നു. 23 04 2304. മറ്റൊരു എക്സാമ്പിൾ 85 × 25. 5ഉം 5ഉം കൂടെ ഗുണിച്ച് നമ്മൾ 25 എഴുതി. പിന്നെ ടെൻസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യകൾ 8ഉം 2ഉം ആണ്. 8ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 16. 16ൻ്റെ കൂടി 5 കൂട്ടുന്നു. 2125. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 76 × 36. ഇതിനകത്ത് നമുക്ക് വൺസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ 6 × 6 36 നമ്മൾ എഴുതി. പിന്നെ
ടെൻസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യകളായ 7 3 തമ്മിൽ ഗുണിച്ചു. 7 3 കൂടെ ഗുണിച്ചപ്പോൾ 21 കിട്ടി. 21ൻ്റെ കൂടെ ഈ 6 കൂടി കൂട്ടുന്നു, 27. അപ്പോൾ 2736 എന്ന് കിട്ടി. ഈ ചെയ്ത ഉദാഹരണങ്ങളിൽ നമ്മൾ 5 ഉദാഹരണങ്ങൾ ചെയ്തു. ഈ 5 ഉദാഹരണങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചാൽ നമുക്ക് ചില പ്രത്യേകതകൾ മനസ്സിലാക്കാം. എന്താണ്? ഇതിൻ്റെ വൺസിൻ്റെ സ്ഥാനത്ത് ഒരേ അക്കമായിരിക്കണം. അതുപോലെ തന്നെ ടെൻസിൻ്റെ സ്ഥാനത്തുള്ള ഓരോ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 10 കിട്ടണം. 84 × 24 വൺസിൻ്റെ സ്ഥാനത്ത് 4 പിന്നെ ടെൻസിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന 8ഉം 2ഉം കൂടെ കൂട്ടിയാൽ 10 കിട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഖ്യകളെ മാത്രമേ നമുക്ക് ഈ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ.